അവർ പറയാം സ്ത്രീകൾ ജപിക്കരുത്, ശൂദ്രൻ ജപിക്കരുത്. ആരാണ് ശൂദ്രൻ, ആരാണ് സ്ത്രീ? ബ്രഹ്മത്തിന് സ്ത്രീയുണ്ടോ പുരുഷനുണ്ടോ എന്നറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. ഉപാസന ഖണ്ഡത്തിൽ സ്ത്രീ പുരുഷൻ ബാലൻ വൃദ്ധൻ ഒരു ഭേദവുമില്ല. നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമോ? അതിനുള്ള ശേഷിയുണ്ടോ, ശേമുഷിയുണ്ടോ, അതിനുള്ള ഏകാഗ്രത കിട്ടുമോ, അതിനുള്ള അന്ധകരണ വിശുദ്ധിയുണ്ടോ? ഇത്രയും മാത്രം നോക്കുക. ആ സംശയങ്ങൾ മുഴുവൻ തീരാനായി പറഞ്ഞു. ബ്രാഹ്മമുഹൂർത്തമാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ചൊല്ലാം. മന്ത്രങ്ങൾ എപ്പോൾ ചൊല്ലിയാലും ഒരു ദോഷവും വരില്ല. ഏത് മന്ത്രവും നിങ്ങൾക്ക് ഏകാഗ്രതയുള്ളപ്പോൾ, അന്ധകരണ ശുദ്ധിയുള്ളപ്പോൾ രാപ്പകൽ ജപിക്കാം. അതിനൊക്കെ ആരെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടുക. ആ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഇത് ജപിക്കാൻ നേരമില്ലാതെ ഞങ്ങൾ ഓടുക. അപ്പം നിങ്ങളെങ്ങാനും ജപിച്ച് നേരെയായാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞു നിർത്താനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനാ ഉത്തരം ഞാൻ പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ തന്നെത്താൻ ചൊല്ലിയാൽ കുറച്ച് ഫലം കിട്ടും. ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങി ചൊല്ലിയാൽ ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടും. പരമ്പരയിൽപ്പെടും. പരമ്പരയിൽ പെട്ടില്ല എങ്കിൽ നിങ്ങൾ യാതൊരു വിചാരവും വേണ്ട. എൻ്റെ പരമ്പരയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ ഇരുന്നും ജപിച്ചോളൂ, ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ആര് ഉപദേശം തന്നിട്ടില്ലെങ്കിലും മന്ത്രത്തെ നിങ്ങൾ എൻ്റെ പരമ്പര ഗുരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അവരുടെ പേരും നാളും നിങ്ങൾക്കറിയില്ല, ഞാൻ പേര് പറഞ്ഞു തന്നിട്ടുമില്ല, പക്ഷെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചോളൂ. ഫലം കിട്ടാതെ വരില്ല. ഇത് സത്യം, സത്യം, സത്യം. അതിൻ്റെ കാരണം ഭാരതീയ പാരമ്പര്യം വിഡ്ഢിത്തം പറയുന്ന പാരമ്പര്യമല്ല. നിങ്ങൾ ജപിക്കണം, നിങ്ങൾ ഉപാസിക്കണം എന്നത് മാത്രമാണ് നിർബന്ധമുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവനിതിൻ്റെ അകക്കാൻ പറയില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എതിർക്കാൻ പോകണ്ട. എതിർപ്പ് ഉപാസനയിൽ നല്ലതല്ല. ആരെങ്കിലും എതിർത്തിട്ട് ഉപാസിച്ചാൽ ഫലം കിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ തൊഴുക, വേഗം നമസ്കരിക്കുക, പിൻവാങ്ങുക. നമ്മുടെ പാപമൊക്കെ അവനിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ലിയർ? ഞാൻ അവരെ എതിർക്കാനല്ല പറഞ്ഞത്, അവരോട് വാദിക്കാനല്ല പറഞ്ഞത്. വാദിച്ച് ജയിക്കാനുള്ളതല്ല ഉപാസനാ മന്ത്രങ്ങൾ.